ഇപ്പോൾ മരണം 4 ആയിട്ടുണ്ട്. മൃതദേഹങ്ങൾ 4 എണ്ണമാണ് കണ്ടെത്തുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എത്തുകയാണ്. 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ദുഃഖകരമായൊരു സാഹചര്യം. മരണം 4 ആയിരിക്കുന്നു. കള്ളാടി ദുരന്തത്തിൽ മരണം 4 ആയിരിക്കുന്നു എന്നുള്ളതാണ്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണം 4 ആയിരിക്കുന്നു എന്നുള്ളതാണ്. അക്കണക്കിനാണെങ്കിൽ ഇനി 11 പേരെയാണ്, കമ്പനി കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 11 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നത്. നിരവധി തടസ്സങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തുടർന്നുള്ള മണിക്കൂറുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ഈ ആദ്യത്തെ 5 മണിക്കൂർ, ഇപ്പോൾ 5 മണിക്കൂർ പിന്നിടുന്നു, ഏതാണ്ട് 11:30 കൂടിയാണ്. ഈ സമയത്തുള്ള രക്ഷാപ്രവർത്തനം വളരെ നിർണായകമാണ്. പക്ഷേ ഇതിൽ പൂർണ്ണമായും ആൾക്കാരെ രക്ഷിക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി അങ്ങോട്ട് വളരെ ദുഷ്കരമായൊരു സാഹചര്യമാണ് സംജാതമാകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനുഷ്യനിർമ്മിതമായ സർക്കാർ സ്പോൺസേഡായ ഒരു ദുരന്തത്തിൽ നിരവധി ജീവനുകൾ പൊലിയുകയാണ്. സർക്കാർ എന്തുത്തരവാദിത്വത്തിലാണ് ആ മണ്ണ് നീക്കം ചെയ്യാതിരുന്നത്? മറ്റുള്ളവരെ പഴിചാർക്കുന്നു. ഈ ഒരു കൊങ്കൺ റെയിൽ കമ്പനിക്ക് എന്തുത്തരവാദിത്വമാണ്, സർക്കാരിനെ പോലെ എന്തുത്തരവാദിത്വമാണുള്ളത്? അല്ലെങ്കിൽ അത് കൃത്യമായി ആ പണികൾ ഉറപ്പുവരുത്തുകയും ആ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ജീവൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന, നാടിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്താൻ ഒന്നാമതായി ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ്. സർക്കാർ എന്തുകൊണ്ട് അത് കയ്യും കെട്ടി നോക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇത് തിരിച്ചറിഞ്ഞിട്ടും, ഈ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സർക്കാർ ആക്ട് ചെയ്തില്ല, സർക്കാർ പ്രവർത്തിച്ചില്ല. അതാണ് ഈ ദുരന്തം ഉണ്ടാക്കാൻ ഇടയാക്കിയത്. വളരെ വ്യക്തമായ സാഹചര്യം, മൂർത്തമായ സാഹചര്യമാണ് സർക്കാരിനെതിരെ വിരൽ ചൂണ്ടുന്നത്. എന്തൊക്കെയാണ് ഈ സർക്കാർ സ്പോൺസേഡ് ദുരന്തത്തിൻ്റെ മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് സർക്കാരിന് പോലും പറയേണ്ടി വന്ന, മന്ത്രി ടി സിദ്ദിഖിനടക്കം പറയേണ്ടി വന്നൊരു സാഹചര്യത്തിൽ സർക്കാർ സ്പോൺസേഡാണ് ഈ അപകടമെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ട് ഇത് കണ്ടെത്തിയിട്ടും പൊതുമരാമത്ത് വകുപ്പ് അടക്കം ചടുലമായി ജാഗ്രതയോടുകൂടി ഇതിനകത്ത് പ്രവർത്തിച്ചില്ല? മുൻകാലങ്ങളിലൊക്കെ പ്രകൃതി ദുരന്തമുണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ പോലും വലിയ രീതിയിൽ ആ ആഘാതം കുറയ്ക്കാനും മറ്റ് രക്ഷാപ്രവർത്തനത്തിനും ചടുലമായി നീങ്ങിയ ഒരു 10 വർഷക്കാലത്തിൻ്റെ അനുഭവമുണ്ട്. കേവലം ഭരണം മാറി 1.5 മാസം പിന്നിടുന്നേ ഉള്ളൂ. ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം കെടുകാര്യസ്ഥതയിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുന്നു, ഇങ്ങനെയൊരു ദുരന്തം സൃഷ്ടിക്കുന്നു, നിരവധി പേരുടെ ജീവൻ പോകുന്നു എന്നുള്ളതാണ് ഈ സർക്കാർ കുറ്റവാളിയാകുന്നത്. സർക്കാരിലേക്ക് തന്നെയാണ് ജനത കുറ്റം പറയുന്നത്. കാരണം ആ വീഴ്ച ആരുടേതാണെന്ന് വ്യക്തമാണ്. മണ്ണ് കൂട്ടിയിട്ടിരുന്നു, മലയോളം പൊക്കത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. മഴയാണ്, വയനാടാണ്, ദുരന്തത്തിൻ്റെ പശ്ചാത്തലങ്ങളുണ്ട്, ഋജുവായ ഭൂമിയാണ്. എന്തുകൊണ്ട് മഴയത്ത് ഇത് ഒലിച്ചു വന്ന് വലിയ അപകടം സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിലേക്ക് ആക്ട് ചെയ്തില്ല, ജനങ്ങളെ സംരക്ഷിച്ചില്ല എന്നുള്ള വലിയ ചോദ്യമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ കേരളം ചോദിക്കുന്നത്. UDF സർക്കാർ, VD സതീശൻ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയിൽ തന്നെയാണ് ഈ ദുരന്തമുണ്ടായതെന്ന് പറയേണ്ടി വരും. ജോഷില, തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇത് നടക്കുന്നത് മേപ്പാടി ചൂരൽമല പ്രധാനപ്പെട്ട റോഡിൻ്റെ അരികിലാണ് എന്നുള്ളതാണ്. ഈ റോഡ് അരികിൽ ഇത്രയേറെ മണ്ണ് കൂട്ടിയിട്ട കാര്യം അധികൃതർ തന്നെ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നിട്ട് പോലും ആ മണ്ണ് നീക്കാനുള്ള ഒരു പ്രവർത്തനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യം കൃത്യമായും അറിയാവുന്ന ആളാണ് മന്ത്രി ടി സിദ്ദിഖ്. ആ മന്ത്രി തന്നെയാണ് ഇത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ് എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നതും. എത്ര ലാഘവത്തോടു കൂടിയാണ് ഇക്കാര്യങ്ങളെ നോക്കിക്കാണുന്നത് ഒരു മന്ത്രിസഭ എന്നുള്ളത് ആണ്, ഒരു സർക്കാർ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് ഇതുവരെയായി ഒരു MLAക്കോ മന്ത്രിക്കോ എത്തിച്ചേരാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ആളുകളാണ് മരണപ്പെട്ടത്. അതും മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിൻ്റെ ഫലം എന്ന് വേണം പറയാൻ. ആ സ്ഥലത്തേക്ക് ഒരു മന്ത്രിയോ ഒരു MLAയോ പോലും എത്തി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതേ സമയം തന്നെ നമുക്ക് മുന്നിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ട്. 5 മന്ത്രിമാർ കേന്ദ്രീകരിച്ച് നടത്തിയ ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോഴും ഏറ്റവും ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം ഇനി മല പൊട്ടി ഒഴുകാനുള്ള സാധ്യതയുണ്ടോ? ഈ മണ്ണ് മാറ്റിയില്ലെങ്കിൽ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒക്കെയുള്ള ആളുകൾ, ആ പ്രദേശങ്ങളിലുള്ള
മേഖലയിലുള്ള ആളുകൾ, അട്ടമലയിലുള്ള ആളുകളൊക്കെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന സ്ഥിതിയുണ്ട്. ആ ആളുകളൊക്കെ തന്നെ ആശങ്കയിലാണ്. അവരുടെ ആശങ്ക അകറ്റാൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോഴിവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര പേർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് പോലും തയ്യാറാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം.